إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിച്ച് മിനയിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന സമയവും സന്ദർഭവുമാണ് ഇന്ന്. മക്കയിൽ നാളെ അറഫ ദിവസമാണ്, സംഗമമാണ്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ വേഷം ധരിച്ച് ഒരേ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രാർത്ഥനാ നിർഭരമായി കഴിച്ചുകൂട്ടുന്ന സമയമാണ് അറഫ എന്ന് പറയുന്നത്. അറഫയെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രത്യേകതകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നടന്നത്, അതിൻ്റെ പ്രഖ്യാപനം നടന്നത് അറഫയിൽ വെച്ചാണെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് അതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്ന് ഞാനിതാ നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇനി ഇതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല, ഇനി ഇതിൽ നിന്നൊന്നും കുറക്കാനുമില്ല. ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. അള്ളാഹുവേ, നീ സാക്ഷിയാണ്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100,000-ൽ പരം വരുന്ന സഹാബത്തിനോട് ചോദിക്കുകയും ആ സഹാബിമാരൊന്നടങ്കം ബലായ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് പ്രവാചകരെ എന്നൊന്നടങ്കം മറുപടി പറയുകയും ചെയ്തത് പരിശുദ്ധമായ അറഫയിൽ വെച്ചാണെന്ന്
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജൂതനായ മനുഷ്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായ ഉമർ, എനിക്ക് ഞങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ, നിങ്ങളൊക്കെ നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പാരായണം ചെയ്യുന്ന ഒരായത്തുണ്ട്. ലൗ അലൈന, ആ ആയത്തെങ്ങാനും ഞങ്ങളുടെ മേലാണ് അവതരിച്ചതെങ്കിൽ, നസലത്ത് ഞങ്ങളുടെ മതത്തിലാണ് അത് അവതരിപ്പിച്ചത് എങ്കിൽ, ലത്തഖദിനാ ദാലികൽ യൗമ ഈദ, ആ ദിവസത്തെ ഞങ്ങൾ ആഘോഷദിനമായി സ്വീകരിക്കുമെന്ന് ജൂതനായ ആ മനുഷ്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞൊരു മറുപടിയുണ്ട്. ഖദ് അറഫ്ന ദാലികൽ യൗം, അതെന്നാണ് അവതരിച്ചത് എന്ന കാര്യം ഞങ്ങൾക്കറിയാം. വൽ മകാനല്ലദീ നസലത് ഫീഹി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ലോകത്തിന്റെ പ്രവാചകനെ എവിടെ വെച്ചാണ് അവതരിച്ചത് എന്നും ഏത് ദിവസത്തിലാണ് അവതരിച്ചത് എന്നും ഞങ്ങൾക്കറിയാം. വഹുവ ഖായിമുൻ ബി അറഫ യൗമ ജുമഅത്തിൻ, ഒരു വെള്ളിയാഴ്ച ദിവസം അറഫ ദിവസത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന്റെ പ്രഖ്യാപനം നടന്നത് അത് അറഫ മൈതാനിയിൽ വെച്ചാണ്. അതാണ് അറഫയുടെ, പരിശുദ്ധമായ അറഫയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായി, പ്രത്യേകതയായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. രണ്ടാമത് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആനിലെ നിരവധി ആയത്തുകൾ പരിശോധിക്കുമ്പോൾ ഈ ആയത്തുകളിലൊക്കെയും അറഫയുടെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, സൂറത്ത് ബുറൂജിലെ 3-ാമത്തെ വചനം, വശാഹിദിൻ വമഷ്ഹൂദ് എന്ന് പറയുന്ന വചനത്തെ മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത്, സ്വഹാബിമാർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. വൽ യൗമുൽ മഷ്ഹൂദ് എന്ന് പറഞ്ഞാൽ യൗമു അറഫ, അത് അറഫ ദിനമാണ്. പരിശുദ്ധ ഖുർആൻ പേരെടുത്തു പറഞ്ഞ, സത്യം ചെയ്തു പറഞ്ഞ ദിവസമാണ് അറഫ ദിവസം. അത്രയും ഫളിലുള്ള ദിവസമായതുകൊണ്ടാണ് അതിനെ സത്യം ചെയ്തു പറഞ്ഞത് എന്നാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫജ്റിന്റെ 3-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വശഫ്ഇ വൽ വത്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ കൊണ്ടും ഇരട്ട കൊണ്ടും സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം നേർക്ക് നേരെ കേട്ടുപഠിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അശ്ശഫ് എന്ന് പറഞ്ഞാൽ യൗമുൻ നഹർ, അത് ബലിപെരുന്നാളിന്റെ ദിവസമാണ്. വൽ വത്ർ എന്ന് പറഞ്ഞാൽ യൗമു അറഫ, അത് അറഫയുടെ ദിവസമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറയാൻ ഉപയോഗിച്ച 2 ദിവസങ്ങളാണ് ബലിപെരുന്നാളിന്റെ ദിവസവും അറഫയുടെ ദിവസവും. ഇങ്ങനെ സത്യം ചെയ്തു പറയുന്നത് ഗൗരവപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കുമെന്നാണ് ഈ വചനങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഈ ആയത്തുകളെ മുഴുവൻ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ ഒരു കാര്യം കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അറഫയുടെ ദിവസം മനുഷ്യന്മാരുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അന്ന് മലക്കുകൾ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. മലക്കുകളുടെ ഭൂമിയിലേക്കുള്ള ആഗമനം കണ്ടുകൊണ്ട് പിശാചി ഏറ്റവും കൂടുതൽ വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ദിവസമാണ് അറഫയുടെ ദിവസമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, വയഖഉ ഫീഹാ കസീറും മിൻ അഫ്ആലിൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിന്റെയും ഉംറയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളെല്ലാം നടക്കുന്നത് അറഫയുടെ ദിവസമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് അറഫയുടെ പ്രത്യേകതയാണ്. മലക്കുകൾ ധാരാളമായി ഇറങ്ങി വരുന്ന ദിവസമാണ്. മനുഷ്യരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടുന്ന ദിവസമാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ പഠിപ്പിച്ചിരുന്നതാണ്. മാത്രമല്ല, അറഫയുടെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ധാരാളം മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫയുടെ ദിവസമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗപ്രവേശനമാണ്.
നരകമോചനമാണ്. നരകമോചനം ആഗ്രഹിക്കാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? നമ്മുടെ നിസ്കാരത്തിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ദിക്റുകളിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് പോലും ആകാശത്തിലേക്ക് കൈകളുയർത്തിക്കൊണ്ട് കരയുന്ന കണ്ണുകളുമായി, വേദനിക്കുന്ന മനസ്സുമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന്, തീക്കുണ്ടാരത്തിൽ നിന്ന്, തീ നാളങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തണേ എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ യുഅ്തികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫാ ദിവസത്തെക്കാളും മനുഷ്യരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല. അറഫാ ദിവസത്തിലാണ് മനുഷ്യരിൽ അധിക പേരെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത്. മാത്രമല്ല, വഇന്നഹു ലയദ്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദിവസമാണ് അറഫയുടെ ദിവസം. മാത്രമല്ല, സുമ്മയുബാഹി ബിഹിമുൽ മലായിക, മലക്കുകളോട് മനുഷ്യരെ പറ്റി, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിന് ഒരുങ്ങി പുറപ്പെട്ട ഹാജിമാരെ കുറിച്ച്, അന്ന് ഹിബാദത്തിൽ കർമ്മനിരതമാകുന്ന മനുഷ്യരെ കുറിച്ച് മലക്കുകളോട് അഭിമാനപൂർവ്വം പറയുമെന്നാണ്. ഈ മനുഷ്യരൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ മനുഷ്യരൊക്കെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ മനുഷ്യരുടെ മനസ്സെന്താണ് ആഗ്രഹിക്കുന്നത്, തേടുന്നത് എന്ന് മലക്കുകളോട് ചോദിക്കുമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ തേടുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് നമുക്ക് തരുമെന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, അറഫയുടെ പ്രത്യേകത പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖൈറുദ് ദുആഇ ദുആഉ യൗമി അറഫ. അറഫാ ദിവസത്തെ പ്രാർത്ഥനയാണ് ഏറ്റവും ഖൈറായ പ്രാർത്ഥന, ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ് അറഫാ ദിവസത്തെ പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചയിൽ ആ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അറഫയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അറഫാ ദിവസത്തെ നോമ്പെന്ന് പറയുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സിയാമു യൗമി അറഫ, അറഫാ ദിവസത്തെ നോമ്പ്, അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതല്ലതി ഖബല വസ്സനതല്ലതി ബഅദ. അറഫാ ദിനത്തിലെ നോമ്പെന്ന് പറയുന്നത് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുന്ന നോമ്പാണ് അറഫാ ദിവസത്തെ നോമ്പെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ മനസ്സിൽ നിന്ന് ഉയർന്നു വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളുണ്ട്. എന്നാണ് അറഫയുടെ നോമ്പ് നമ്മൾ എടുക്കേണ്ടത് എന്ന് മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്നൊരു ചോദ്യമാണ്. അറഫ നോമ്പ് നോൽക്കേണ്ടത് ദുൽഹിജ്ജ 9 നമ്മുടെ നാട്ടിൽ എന്നാണോ അറഫ അന്നാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. ഹാജിമാർ അറഫയിൽ ഒരുമിച്ച് കൂടുമ്പോഴാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്ന് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടില്ല. അറഫയിൽ സംഗമിക്കുമ്പോൾ നോമ്പെടുക്കുക എന്നത് അസാധ്യമാണ്, അപ്രായോഗികമാണ്. മാത്രമല്ല, ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന സമയം ലോകത്ത് പല സ്ഥലങ്ങളിലും പല അവസ്ഥയാണ്. ആ സമയം അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കുകയില്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് പ്രായോഗികമായ നിയമങ്ങൾ മാത്രമാണ്, പ്രാക്ടിക്കലാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. ലോകത്തെവിടെയുള്ള മനുഷ്യർക്കും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന നിയമങ്ങൾ മാത്രമേ ഇസ്ലാമിലുള്ളൂ എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. എന്നാൽ ചില ആളുകൾ പറയും, ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലമാണ്, ഈ കാലത്തെങ്കിലും എന്നാണോ പരിശുദ്ധ മക്കയിൽ അറഫ അന്ന് തന്നെ നമുക്ക് അറഫയുടെ നോമ്പെടുക്കണം, അത് അവരോടുള്ള ഐക്യദാർഢ്യമല്ലേ എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അങ്ങനെയൊന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയൊന്ന് പരിശുദ്ധ ഇസ്ലാമിലുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഖഅദ് മാസത്തിൽ ഒരു ഒട്ടകത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു കുതിരപ്പുറത്ത് മക്കയിലേക്ക് ഒരു സ്വഹാബത്തിനെ അയച്ച് മക്കയിൽ നിന്ന് ദുൽഹിജ്ജ 1 മാസം കണ്ടിട്ട് മദീനയിലേക്ക് വരാൻ സമയമുണ്ടായിരുന്നു. എന്നിട്ട് ദുൽഹിജ്ജ 9 മക്കയിൽ എന്നാണോ അറഫ എന്നാണോ ഹജ്ജിന്റെ ഭാഗമായ അറഫയിൽ എന്നാണോ സംഗമിക്കുന്നത് അന്ന് മദീനയിലും അറഫയിലെ നോമ്പെടുക്കാമായിരുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, നമ്മളിവിടെ ശനിയാഴ്ച നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. അന്ന് ശനിയാഴ്ച നോമ്പെടുക്കുമ്പോൾ സ്വാഭാവികമായും ഞായറാഴ്ച പെരുന്നാളാണ്, ദുൽഹിജ്ജ 10 അന്ന് ഈദുൽ അദ്ഹയാണ്. ഇവിടെ പല ആളുകൾക്കും ദുൽഹിജ്ജ 10 അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് ഞായറാഴ്ച
എന്തല്ല, അന്ന് പെരുന്നാളല്ല. അപ്പോൾ ഒരു ദിവസം പെരുന്നാളല്ലാതെ അടുത്ത ദിവസം പെരുന്നാളാക്കി മാറ്റുന്ന ഒരു സമ്പ്രദായം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ദുൽഹിജ്ജ 9 നോമ്പ് എന്നാണോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തത്, അതിന്റെ തൊട്ടടുത്ത ദിവസം ഈദുൽ അദ്ഹ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചത്. ആ രീതിയിലാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത് എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ്. അറഫയുടെ ദിവസത്തിന്റെ സുബഹി മുതൽ അയ്യാമുത്ത് ശരീക്കിന്റെ അവസാന മസർ വരെയും നമ്മൾ തക്ബീറുകൾ ചൊല്ലണം, അത് വർദ്ധിപ്പിക്കണമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയുടെ പ്രത്യേകതയായി, അറഫയുടെ ശ്രേഷ്ഠതയായി, അറഫയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പഠിപ്പിക്കുന്നത്. റമളാനിലെ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് നമുക്കാർക്കും അറിയില്ല. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ നിങ്ങൾ സജീവമാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ദുൽഹിജ്ജ മാസത്തിലെ അറഫയുടെ പകലിനെ നിങ്ങൾ സജീവമാക്കണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകൾ ഒരുപാട് ഇറങ്ങി വരുന്ന ഈ പുണ്യദിനത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ പലരും പോയിട്ടുണ്ട്. അവർക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. അത് പോവാൻ സാമ്പത്തികമായും ശാരീരികമായും സാധിക്കാത്തത് കൊണ്ടാണ് പല ആളുകളും ഹജ്ജ് കർമ്മത്തിന് പോകാൻ സാധിക്കാത്തത്, യാത്ര നടക്കാത്തത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധമായ മക്കയിൽ ചെന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിലും ഹജ്ജിന്റെ കൂലി കിട്ടുന്ന കുറേ നന്മകൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പാസ്പോർട്ടില്ലാതെ, വിസയില്ലാതെ സഅയും തവാഫും മിനയിലെ താമസവും മുസ്ദലിഫയിലെ രാർപ്പാർക്കലും അറഫയിലെ നൃത്തവും ജംറയിലെ ഏറും ഒന്നുമില്ലാതെ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി കിട്ടുന്ന കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ ഇലാ സ്വലാത്തിൻ മക്തൂബ ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം. ഒരാൾ വീട്ടിൽ നിന്ന് ഒളു എടുത്ത് ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിച്ചാൽ അവന് ഹജ്ജും ഉംറയും ചെയ്തതിന്റെ കൂലിയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരാൾ വീട്ടിൽ നിന്ന് വുദൂ ചെയ്ത് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ച് തിരിച്ചു വന്നാൽ അവന് ഹജ്ജും ഉംറയും ചെയ്തതിന്റെ കൂലിയുണ്ട്. വമൻ ഖറജ ഇലാ തസ്ബീഹിൽ ദുഹാ ലാ യൻസിബുഹു ഇല്ലാ ഇയ്യാ ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമരി. ഒരാൾ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ചെന്ന് അവിടുന്ന് സുന്നത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് ഉംറ ചെയ്തതിന്റെ കൂലിയുണ്ട്. വസലാത്തുൻ അലാ അസ്രി സ്വലാത്തിൻ ലാ ലഗ്വ ബൈനഹുമാ കിതാബുൻ ഫീ ഇല്ലിയീൻ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധമായ മക്കയിൽ പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഹജ്ജിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. നമ്മുടെ സുബഹി നമസ്കാരം, നമ്മുടെ ഇശാ നമസ്കാരം, നമ്മുടെ ജമാഅത്ത് നമസ്കാരം എങ്ങനെയാണ്, എവിടെയാണ് എന്ന കാര്യം
സഗൗരവം നമ്മൾ ആലോചിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ, ഒരാൾ സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുന്നു, സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലുഉ ശംസ, സൂര്യൻ ഉദിക്കുന്നത് വരെ പള്ളിയിൽ തന്നെ ഇരുന്ന് ദിക്റുകൾ ചൊല്ലി ദുആകൾ നടത്തി പള്ളിയിൽ തന്നെ ഇരിക്കുന്നു. എന്നിട്ടോ സൂര്യൻ ഉദിച്ച് ഒരു 10 മിനിറ്റിന് ശേഷം അയാൾ സുമ്മ സല്ല റകഅതൈനി, 2 റകഅത്ത് അയാൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ പേരാണ് സ്വലാത്തു ശുറൂഖ്, സ്വലാത്തു ദുഹ, സ്വലാത്തുൽ അവ്വാബീൻ. ഈ നമസ്കാരം ഒരാൾ നിർവഹിച്ചാൽ കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, അവന് ഹജ്ജ് ചെയ്തതിന്റെ കൂലിയുണ്ട്, ഉംറ ചെയ്തതിന്റെ കൂലിയുണ്ട്. പാസ്പോർട്ടിന്റെ ആവശ്യമില്ല, വിസന്റെ ആവശ്യമില്ല. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ ഗദാ ഇലൽ മസ്ജിദി, ആരെങ്കിലും രാവിലെ പള്ളിയിൽ വന്നു, എന്നിട്ട് അയാൾ പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ചു, ലാ യുരീദു ഇല്ലാ അയ്യതഅല്ലമ ഖൈറൻ അയുഅല്ലിമഹു, അയാൾ ഒരു നന്മ പഠിച്ചു, പള്ളിയിൽ നിന്ന് അയാൾ ഒരു നന്മ പഠിച്ചു, അല്ലെങ്കിൽ ഒരാൾക്കൊരു നന്മ പഠിപ്പിച്ചു കൊടുത്തു, കാന ലഹു കഅജ്രി ഹാജിൻ താമ്മതൻ, അയാൾക്കൊരു ഹജ്ജ് ചെയ്തതിന്റെ പുണ്യമുണ്ട്. പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ച് ഒരു നന്മ പഠിച്ചു, അല്ലെങ്കിൽ ഒരാൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്തു, അയാൾക്കൊരു ഹജ്ജിന്റെ കൂലിയുണ്ട് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരുപാട് നന്മകൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ നന്മകളെല്ലാം ചെയ്തുകൊണ്ട് ഹജ്ജിന് പോകാൻ സാധിക്കാത്തവരെന്ന നിലയിൽ ഹജ്ജിന്റെ പ്രതിഫലം വാരിക്കൂട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സുന്നത്തുകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ശ്രദ്ധിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നതുപോലെ ചെറിയ പെരുന്നാളിന് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈദ്ഗാഹിന് വേണ്ടി നമ്മൾ വരാറുള്ളത്, ഈദ് മുസല്ലയിലേക്ക് വരാറുള്ളത്. എന്നാൽ ബലി പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ, രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാതെയാണ് നമ്മൾ സുന്നത്തായി ഈദ് മുസല്ലയിലേക്ക് വരേണ്ടത് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അറഫ ദിവസത്തിന്റെ ദുൽഹിജ്ജ 9 സുബഹി മുതൽ നമ്മൾ തക്ബീറുകൾ ചൊല്ലാൻ ആരംഭിക്കണം. നമ്മൾ ഒറ്റക്കും കൂട്ടായും ആ തക്ബീറുകൾ എന്ത് ചെയ്യണം, ചൊല്ലിക്കൊണ്ടിരിക്കണം. നമ്മുടെ യാത്രകളിൽ, നമ്മുടെ പണികളിൽ, അതേപോലെ തന്നെ നമ്മുടെ അങ്ങാടികളിൽ, എല്ലാ സന്ദർഭങ്ങളിലും തക്ബീറുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പെരുന്നാളിന്റെ ദിവസത്തിൽ അതിന്റെ പ്രത്യേകതകളും അതിന്റെ ശ്രേഷ്ഠതകളും മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു പണി നമ്മൾ ചെയ്യരുത്. ഇസ്ലാമിന്റെ വൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇസ്ലാം അനുവദിച്ചു തന്ന ആനന്ദദായകമായ അനുഭൂതികൾ അല്ലെങ്കിൽ ആസ്വാദനങ്ങൾ, അനുവദിക്കപ്പെട്ടെന്ന ആസ്വാദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. വസ്ത്രത്തിന്റെ വിഷയത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ ഹെയർ സ്റ്റൈലിന്റെ വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും നമുക്കൊരു ശ്രദ്ധയുണ്ടാകണം. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്കൊരു ശ്രദ്ധയുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്ന രൂപത്തിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. ഹോസ്പിറ്റലുകളിൽ വ്യത്യസ്തമായ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് രോഗാതുരമായ മനസ്സുമായി പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം രോഗങ്ങളിൽ നിന്ന്, അത്തരം പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ രഹസ്യ പരസ്യങ്ങളിൽ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരിൽ നിന്ന് അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ഗസയുടെ മണ്ണിൽ പെടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖുദ്സിനെ വിജയിക്കാൻ അള്ളാഹു ഇസ്സത്തും ഖുവ്വത്തും ആ സമൂഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുവൈറ്റിലെ പ്രയാസകരമായ ദാരുണമായ അപകടം നമ്മളെല്ലാവരും അറിഞ്ഞു. ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കരുത്തും
കഴിവും അള്ളാഹു കൊടുക്കുമാറാകട്ടെ. അവർ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം ദുരന്തങ്ങളിൽ നിന്ന് പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.